ഹായ് സ്റ്റുഡൻസ്, വെൽക്കം. നമ്മളിന്ന് കാണാൻ പോകുന്ന മൊഡ്യൂൾ 4ൻ്റെ അകത്തെ ഫസ്റ്റ് ടോപ്പിക്കാണ്, വിച്ച് ഈസ് പാസ് ട്രാൻസിസ്റ്റർ ലോജിക്. PTL, പാസ് ട്രാൻസിസ്റ്റർ ലോജിക്. അപ്പോൾ ഫസ്റ്റ് ഇത് നമ്മൾ നേരത്തെ CMOS അല്ലെങ്കിൽ കോംപ്ലിമെൻ്ററി മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ കൈൻഡ് വെച്ചിട്ട് നമ്മൾ CMOSൻ്റെ ഡിഫറെൻറ്റ് ഇംപ്ലിമെൻറ്റേഷൻസ് ഒക്കെ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മൾ സിമിലർലി പാസ് ട്രാൻസിസ്റ്റർ ലോജിക്കാണ് ഇന്ന് കാണുന്നത്. അതിൻ്റെ ഡിഫറെൻറ്റ് ലോജിക് ഇംപ്ലിമെൻറ്റേഷൻസും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കാണാനായിട്ട് ഉണ്ട്. ബേസിക്കലി ദിസ് ഇസ് ആൻ ഓൾട്ടർനേറ്റീവ് ടു CMOS. പാസ് ട്രാൻസിസ്റ്റർ ഈസ് ആൻ ഓൾട്ടർനേറ്റീവ് ടു CMOS. പിന്നെ ഇതിൻ്റെ ബേസിക് അഡ്വാൻറ്റേജ് വിത്ത് CMOS എന്ന് പറയുന്നത് നമ്പർ ഓഫ് ട്രാൻസിസ്റ്റേഴ്സ് ക്യാൻ ബി ഈസിലി റെഡ്യൂസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ പാസ് ട്രാൻസിസ്റ്റർ ലോജിക്. പിന്നെ ഒരു മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്, നമ്മളുടെ CMOSൻ്റെ കേസിൽ നമുക്ക് എന്തായിരുന്നു, മോസ്ഫെറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് ഒരേ ഒരു കൺട്രോൾ സിഗ്നലിൽ മാത്രമേ നമുക്ക് നമ്മുടെ ഗേറ്റിന് മാത്രമേ നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ, ഒരു ഇൻപുട്ട് കൊടുക്കാനായിട്ടുള്ള പ്രോബബിലിറ്റി ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇവിടെ പാസ് ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമുക്ക് 2 ഇൻപുട്ട്സ് കൊടുക്കാനായിട്ടുള്ളത്, അതായത് അലോങ് വിത്ത് ഗേറ്റ് ആൻഡ് എയ്തർ ഡ്രെയിൻ ഓർ സോഴ്സ് ടെർമിനൽസ്. ഒരെണ്ണം എന്തായാലും ഔട്ട്പുട്ടായി മാറും ആൻഡ് ദ അതർ ടെർമിനൽ ക്യാൻ ബി യൂസ്ഡ് ആസ് ഇൻപുട്ട്. അപ്പോൾ നമുക്ക് 2 ഇൻപുട്ട് കൊടുക്കാനായിട്ടുള്ള ചാൻസ് ഇവിടെ ഉണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ബേസിക്കലി പാസ് ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് അതിന് ഒന്നുമില്ല, നമ്മുടെ ഏതർ ഒരു NMOS അല്ലെന്നുണ്ടെങ്കിൽ പാസിംഗ് ദ വാല്യൂസ്. നമ്മൾ സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യുന്ന കേസൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടുവല്ലോ. നമുക്കറിയാം മോസ്ഫെറ്റ്സ് എന്ന് പറയുന്നത് ബേസിക്കലി ദി ആക്ട് ആസ് സ്വിച്ചസ്. അപ്പോൾ ഇവിടെ പാസ് ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, അതിന് ഇൻപുട്ടിൽ എന്ത് വാല്യൂ ആണോ കൊടുത്തിരിക്കുന്നത്, അപ്പോൾ സ്വിച്ച് ക്ലോസ് ആണെങ്കിൽ എന്താണ് അതിൻ്റെ അർത്ഥം, ദാറ്റ് വാല്യൂ വിൽ ബി പാസ്ഡ് ഓൺ ടു ദ ഔട്ട്പുട്ട്. ആൻഡ് ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഡസ് നോട്ട് പാസ് ദ വാല്യൂ. അപ്പോൾ ദെർഫോർ അതിൻ്റെ ആ സ്വിച്ചിങ് ഫംഗ്ഷനാലിറ്റി വെച്ചുകൊണ്ടാണ് നമ്മളിതിനെ പാസിംഗ് ഓഫ് ദ ഇൻപുട്ട് ടു ദ ഔട്ട്പുട്ട്. അതുകൊണ്ടാണ് ഇതിനെ പാസ് ട്രാൻസിസ്റ്റർ. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി 2 തരത്തിലുള്ള പാസ് ട്രാൻസിസ്റ്റേഴ്സ് വരും. ഏതൊക്കെയാണ്, NMOS ആസ് വെൽ as PMOS. രണ്ടിനെയും നമുക്ക് പാസ് ട്രാൻസിസ്റ്റേഴ്സായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു 2 ഇൻപുട്ട്സ് കൊടുക്കാൻ പറ്റും എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഡയഗ്രത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗേറ്റിലേക്ക് അപ്ലൈ ചെയ്തിരിക്കുന്നത് വിൽ ബി കോൾഡ് ആസ് ദ കൺട്രോൾ സിഗ്നൽ ആൻഡ് ദ ഇൻപുട്ടിൽ നമ്മൾ കൊടുക്കുന്നതിന് പാസ് സിഗ്നൽസ് എന്നുള്ള പേരിലായിരിക്കും വരുന്നത്. ആൻഡ് അതർ എൻഡ് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലി വിൽ ബി ദ ഔട്ട്പുട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് N ഡിവൈസസ് ആസ് വെൽ as P ഡിവൈസസ് രണ്ടും നമുക്ക് എന്തായിട്ട് യൂസ് ചെയ്യാം, പാസ് ട്രാൻസിസ്റ്റേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാം. ബട്ട് ദ വൈഡ്ലി യൂസ്ഡ് വൺ ഈസ് NFET because they are having larger electron mobility when compared with the PFET devices. Therefore എന്ത് പറ്റും, faster switching is possible with NFET devices. അപ്പോൾ അതുകൊണ്ടാണ് ഈവൻ തോ രണ്ടും സെയിം ഒരേ ഡയമെൻഷൻസുള്ള നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പോലും NFET ഡിവൈസസിനായിരിക്കും കൂടുതൽ ഫാസ്റ്ററായിട്ടുള്ള സ്വിച്ചിങ് പോസിബിളായിട്ട് വരുന്നത്. ദെർഫോർ നമ്മൾ ഇപ്പോൾ കാണുന്ന എല്ലാ ഇംപ്ലിമെൻറ്റേഷൻസും വിൽ ബി ഓഫ് NFET ഡിവൈസസ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇനി ഇതിൻ്റെ അകത്തെ ഓരോ CMOS നമ്മൾ പഠിച്ച പോലെ തന്നെ ഇവിടെ പാസ് ട്രാൻസിസ്റ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഡിഫറെൻറ്റ് ലോജിക് ഇംപ്ലിമെൻറ്റേഷൻസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഫസ്റ്റ് അതിന് വേണ്ടിയിട്ട് നമ്മൾ ആൻഡ് ലോജിക്കാണ് ഇപ്പോൾ ആദ്യം കാണുന്നത്. അപ്പോൾ നമുക്കറിയാം, ഞാൻ പറഞ്ഞു ഇവിടെ നമുക്ക് 2 ഇൻപുട്ട്സ് കൊടുക്കാനുള്ള പറ്റും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അപ്പം അതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഡിഫറൻസ്. അപ്പോൾ ഏറ്റവും നമുക്ക് സ്വിച്ചായിട്ട് ആക്ട് ചെയ്യും നമുക്കറിയാം അല്ലേ. അപ്പോൾ അത് ക്ലോസ് ആയിട്ടുണ്ടെന്നാണ്. ഇപ്പം B എന്ന് പറയുന്നത് ഏറ്റവും ടോപ്പിൽ കാണിച്ചിരിക്കുന്ന ഡയഗ്രമാണ് പറയുന്നത്. B എന്ന് പറയുന്നതിൻ്റെ കൺട്രോൾ വേരിയബിളായിട്ടാണ് ഞാൻ ആക്ട് ചെയ്യുന്നത്. A എന്ന് പറയുന്നതിൻ്റെ പാസ് സിഗ്നലാണെന്ന് വിചാരിക്കാം. അപ്പോൾ എന്താണ് ഇതിൻ്റെ അർത്ഥം, ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് നമുക്കറിയാം. N ഡിവൈസസ് എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് ടേൺ ഓൺ ആവുന്നത്, 1 വരുവാണെങ്കിൽ ടേൺ ഓൺ ആവും അല്ലേ. അപ്പോൾ ബിയുടെ വാല്യൂ 1 ആകുമ്പോൾ എന്ത് പറ്റും, ആ മേളത്തെ സ്വിച്ച് എന്ന് പറയുന്നത് ക്ലോസ് ആവും, നമുക്ക് വാല്യൂ കിട്ടും. ദെൻ ഇപ്പോൾ സപ്പോസ് ബിയുടെ വാല്യൂ ഈക്വൽ ടു 0 വരുവാണെന്നുണ്ടെങ്കിൽ എന്ത് പറ്റും, താഴത്തെ സ്വിച്ച് ആയിരിക്കും ക്ലോസ് ആവുന്നത്, വിച്ച് മീൻസ് 0 വിൽ ബി ദ ഔട്ട്പുട്ട്, വിച്ച് മീൻസ് ദ ഡിവൈസ് ഈസ് നോട്ട് ഗെറ്റിംഗ് ടേൺഡ് ഓൺ എന്നുള്ളതാണ് നമ്മളുടെ കൺസെപ്റ്റ് അല്ലേ. നമ്മൾ നേരത്തെ CMOSൻ്റെ അകത്ത് നമ്മൾ കണ്ടത് അങ്ങനെയാണ്. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ താഴെ എന്താണുള്ളത്, 0 ഇൻറ്റു B ബാർ. ആ B ബാർ സ്വിച്ച് ക്ലോസ് ആയാലും എന്ത് തന്നെ ഔട്ട്പുട്ട് കിട്ടുന്നത്, ഔട്ട്പുട്ട് വിൽ ബി ഈക്വൽ ടു 0, വിച്ച് മീൻസ് F ഈസ് ഈക്വൽ ടു AB ക്യാൻ ബി ഈസിലി ഇംപ്ലിമെൻറ്റഡ്. അപ്പോൾ അത് വെച്ചിട്ടാണ് അതിന് തൊട്ട് റൈറ്റ് സൈഡിലെ ഡയഗ്രാം, ടോപ്പിൽ റൈറ്റ് സൈഡിലെ ഡയഗ്രാം വരച്ചിരിക്കുന്നത്. AB, എഫിനെ എങ്ങനെ എഴുതാം, F ഈസ് ഈക്വൽ ടു AB പ്ലസ് 0 ഇൻറ്റു B ബാർ. അപ്പം ദാറ്റ് മീൻസ് F ഈസ് ഈക്വൽ ടു AB അല്ലേ. അപ്പോൾ നമ്മളുടെ ആ പാരലൽ ഇംപ്ലിമെൻറ്റേഷൻ അങ്ങനെ തന്നെയാണ്. നമുക്ക് NMOSൻ്റെ അകത്ത് CMOS
ഇംപ്ലിമെൻറ്റേഷൻ്റെ അകത്ത് എൻഡ് ഡിവൈസസ് നമുക്കറിയാം പാരലൽ ആണെന്നുണ്ടെങ്കിൽ എന്താണ് വരുന്നത്, പാരലാണ് വരുന്നതെങ്കിൽ നോർ വരും. നോർ ഇംപ്ലിമെൻറ്റേഷനാണ്, പക്ഷെ നമുക്ക് അവിടെ ഒരു ഇൻവെർട്ടറൊക്കെ വേണം. അത് അത്രയും പോകണ്ട. ഇപ്പോൾ ജസ്റ്റ് ഇവിടെ ഓർ ആണെന്നുണ്ടെങ്കിൽ പാരലായിട്ട് വരും എന്ന് ഓർത്തിരിക്കുക. അപ്പം ഇതിപ്പോൾ ബി എന്ന് പറയുന്നതിന് കൺട്രോൾ സിഗ്നലായിട്ട് കൊടുക്കുന്ന കേസാണിപ്പം പറഞ്ഞത്. അതിന് തൊട്ട് താഴെ ആ ലെഫ്റ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്ന 2 ഡയഗ്രാംസ്, മുകളിൽ കാണിച്ചിരിക്കുന്നത് ഇപ്പോൾ 0 ആയിട്ട് കാണിച്ചിരിക്കുന്നതാണ് ടോപ്പിലെ ഡയഗ്രാം. തൊട്ട് താഴെ സീറോയ്ക്ക് പകരം ഒരു ഗ്രൗണ്ടായിട്ട് കാണിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഏറ്റവും ലെഫ്റ്റിലെ ബോട്ടം ലെഫ്റ്റിലെ ഫസ്റ്റ് ഡയഗ്രാം എന്ന് പറയുന്നത് തൊട്ട് മേളിൽ കാണിച്ചിരിക്കുന്ന ഡയഗ്രത്തിൻ്റെ സെയിം തന്നെയാണ്, ജസ്റ്റ് ഗ്രൗണ്ട് ഇരിക്കുന്നത് മാത്രമേ വേരി ചെയ്തിട്ടുള്ളൂ. ഒന്നെങ്കിൽ ബി കൺട്രോൾ സിഗ്നലായിട്ട് കൊടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ എനെ വേണമെങ്കിലും എൻ്റെ കൺട്രോൾ വേരിയബിളായിട്ട് എനിക്ക് കൊടുക്കാം. നമുക്കിഷ്ടമുള്ള പോലെ ചെയ്യാം. ഇനിയിപ്പോൾ അത് ജസ്റ്റ് ആദ്യം നമ്മൾ ഇക്വേഷൻ വെച്ച് പറഞ്ഞു. ഇനി ഇത് തന്നെ നമുക്കൊന്ന് ട്രൂത്ത് ടേബിൾ വെച്ചൊന്ന് വെരിഫൈ ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം ഇനീഷ്യലി എ കൺട്രോൾ സിഗ്നലായിട്ട് കൊടുക്കുന്ന ഡയഗ്രാം ഒന്ന് നോക്കുക, താഴത്തെ റൈറ്റ് സൈഡിലത്തെ ഫിഗർ. അപ്പോൾ അതിൻ്റെ ട്രൂത്ത് ടേബിൾ ഒന്ന് നോക്കുക. എയുടെ വാല്യൂ 0 ആകുമ്പോൾ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എഫ് ആണ് അല്ലേ. എയുടെ വാല്യൂ 0 ആകുമ്പോൾ എഫിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ഈസ് ഓൾസോ ഈക്വൽ ടു 0 ഇറസ്പെക്റ്റീവ് ഓഫ് ദ അതർ ഇൻപുട്ട് അല്ലേ. അതർ ഇൻപുട്ടിൻ്റെ വാല്യൂ എന്താണെന്നുള്ളത് ഇപ്പോൾ ഇവിടെ ഒരു പ്രശ്നം വരുന്നില്ല. എയുടെ വാല്യൂ 0 ആണെങ്കിൽ വിച്ച് മീൻസ് എ ബാർ ആണെന്നുണ്ടെങ്കിൽ എഫിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ അതുകൊണ്ടാണ് എ ബാർ ഇൻറ്റു 0യ്ക്ക് പകരം അവിടെ ഗ്രൗണ്ട് കാണിച്ചിരിക്കുന്നത്. ഇനി അടുത്ത സെറ്റ് ഓഫ് റോസ് നോക്കുക. വെൻ എയുടെ വാല്യൂ ഈസ് ഈക്വൽ ടു 1 എഫിൻ്റെ വാല്യൂ ഈസ് ഈക്വൽ ടു 0.1. അതായത് ബിയുടെ വാല്യൂ എന്താണോ, ബിയുടെ വാല്യൂ ആ സമയത്ത് 0.1 ആണ്, അത് തന്നെയാണ് എഫിൻ്റെ വാല്യൂ. അപ്പോൾ ദെയർഫോർ എ കൺട്രോൾ സിഗ്നലായിട്ട് കൊടുക്കുന്ന സമയത്ത് ദ ഔട്ട്പുട്ട് ഈസ് ഈക്വൽ ടു ദ അതർ ഇൻപുട്ട്. അതർ ഇൻപുട്ടിൻ്റെ വാല്യൂ എന്താണോ അത് തന്നെയാണ് ഔട്ട്പുട്ടിലെ എഫിൻ്റെ വാല്യൂവിലേക്ക് പോയിരിക്കുന്നത്, ആ ലാസ്റ്റ് 2 റോസ്. അപ്പം അതുകൊണ്ടാണ് എ ഇൻറ്റു ബി കൊടുക്കാനായിട്ടുള്ള റീസൺ. ഇതിപ്പം എനെ കൺട്രോൾ സിഗ്നലായിട്ട് വെച്ചിട്ടാണ് ആ താഴത്തെ റൈറ്റ് സൈഡിലെ ഫിഗർ പറഞ്ഞത്. ഇനിയിപ്പം ബീനെ കൺട്രോൾ സിഗ്നലായിട്ട് വെക്കുകയെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബീനെ നമ്മൾ നോക്കുക. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ബി 0 ആവുന്ന 2 കേസസ് ഉണ്ട്. ബി 0 ആകുമ്പോഴത്തേക്കും എന്താണ്, എഫിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ് ഇറസ്പെക്റ്റീവ് ഓഫ് ദ വാല്യൂ ഓഫ് എ. അപ്പോൾ ബി ബാർ ഇൻറ്റു 0 വരും ഒരെണ്ണം. പിന്നെ എന്താണ് നോക്കാനുള്ളത്, ബിയുടെ വാല്യൂ 1 വരുമ്പോൾ ഉള്ള കേസ്. ബിയുടെ വാല്യൂ 1 വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിയുടെ വാല്യൂ 1 വരുമ്പോഴത്തേക്കും എഫിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തിൻ്റെ വാല്യൂ ആണ്, അതർ ഇൻപുട്ടിൻ്റെ വാല്യൂ ആണ്. വിച്ച് മീൻസ് എയുടെ വാല്യൂ എന്താണോ അത് തന്നെയാണ് എഫിൻ്റെ വാല്യൂ വന്നിരിക്കുന്നത്. അപ്പോൾ ദെയർഫോർ ബി ഇൻറ്റു എ. അപ്പോൾ ദെയർഫോർ ഇങ്ങനെ ഈ 2 ഡയഗ്രത്തിൻ്റെ അകത്ത് ഏത് ഓർ 3 ഓറിൻ്റെ വ്യത്യാസമേ ഉള്ളൂ, ഏത് വേണമെങ്കിലും നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഏതാണോ കൺട്രോൾ സിഗ്നലായിട്ട് യൂസ് ചെയ്യുന്നത് അതിൻ്റെ അതർ ഇൻപുട്ടിൻ്റെ വാല്യൂ ഔട്ട്പുട്ടിലേക്ക് പാസ്സാവുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കേണ്ടത്. അപ്പോൾ ഇത് ജസ്റ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, പാസ് ട്രാൻസിസ്റ്റേഴ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് നമ്പർ ഓഫ് ട്രാൻസിസ്റ്റേഴ്സിനെ റെഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്ന പാസ് ട്രാൻസിസ്റ്റർ വെച്ചിട്ടുള്ള ആൻഡ് ഗേറ്റ്, ദെൻ സീമോസ് വെച്ചിട്ടുള്ളതാണ് റൈറ്റ് സൈഡിൽ കാണിച്ചത്, നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ് അല്ലേ. അപ്പോൾ സീമോസ് വെച്ച് നോക്കുമ്പോഴത്തേക്കും ടോട്ടൽ എത്ര ട്രാൻസിസ്റ്റേഴ്സ് വേണ്ടി വരും, 6 ട്രാൻസിസ്റ്റേഴ്സ് ഇൻ ടോട്ടൽ വേണം അല്ലേ. കാരണം ഇതെന്ന് പറയുന്നത് നാൻഡിനെ ഇൻവേർട്ട് ചെയ്ത് ആൻഡ് ആക്കി വെച്ചിരിക്കുന്നത്. അങ്ങനെ ടോട്ടലി 6 ട്രാൻസിസ്റ്റേഴ്സ് ടോട്ടൽ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ആൻഡിനെ ഇംപ്ലിമെൻറ്റ് ചെയ്തെടുക്കാനായിട്ട്, ഒരു ആൻഡ് ഗേറ്റിനെ 2 ഇൻപുട്ട് ആൻഡ് ഗേറ്റിനെ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. പക്ഷേ ലെഫ്റ്റ് സൈഡിൽ നോക്കിക്കേ, നമുക്ക് എത്ര എണ്ണേ ഉള്ളൂ, 2 കാണിച്ചിട്ടുണ്ട്, പക്ഷേ ഒരെണ്ണം ബി ബാർ ആണ്. അതുകൊണ്ട് അതിനെ ഇൻവേർട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഒരു ഇൻവെർട്ടർ വേണം, വിച്ച് മീൻസ് 2 ട്രാൻസിസ്റ്റേഴ്സ്. അപ്പോൾ 2 + 2 ടോട്ടൽ 4 ട്രാൻസിസ്റ്റേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ഇംപ്ലിമെൻറ്റ് ചെയ്തെടുക്കാം, സെയിം ലോജിക് ഫംഗ്ഷനെ തന്നെ പാസ് ട്രാൻസിസ്റ്റർ ഉപയോഗിച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതാണ് നമ്മളുടെ വൺ ഓഫ് ദ ബേസിക് അഡ്വാൻറ്റേജസ് നമ്മൾ ഓൾറെഡി പറഞ്ഞത്. ഇപ്പോൾ ആൻഡ് ഗേറ്റ് കഴിഞ്ഞു, നെക്സ്റ്റ് നമ്മൾ ഓർ ഗേറ്റ് യൂസിങ് പാസ് ട്രാൻസിസ്റ്റർ ലോജിക്ക് കാണാനായിട്ട് പോവുകയാണ്. അപ്പോൾ ട്രൂത്ത് ടേബിൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുക, ഞാൻ ആദ്യം ബീനെ കൺട്രോൾ സിഗ്നലായിട്ട് എടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ബി 0 ആവുന്ന 2 കേസസ് ഉണ്ടല്ലേ. അപ്പോൾ ബി 0 ആകുമ്പോൾ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്, എ എന്താണോ അത് തന്നെയാണ്
ഔട്ട്പുട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ B0 എന്ന് പറയുമ്പോഴത്തേക്കും എന്ത് എടുക്കണം? B ബാർ ഇൻറ്റു എ ആണ് ഔട്ട്പുട്ടിലേക്ക് പാസ്സായിരിക്കുന്നത്. B ബാർ ഇൻറ്റു എ. ഇനി അടുത്ത കേസിലുണ്ട് നോക്കുക. B1 ആകുമ്പോഴത്തേക്കും എന്താണ് സംഭവിച്ചിരിക്കുന്നത്? B1 ആകുമ്പോൾ ഇറസ്പെക്റ്റീവ് ഓഫ് ദ വാല്യൂ ഓഫ് എ ഔട്ട്പുട്ട് ഈസ് ഈക്വൽ ടു 1. ദെർഫോർ B ഇൻറ്റു 1. അതാണ് താഴെ ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ അത് ഇക്വേഷൻ വൈസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. എങ്ങനെ എഴുതാം? താഴെ നമ്മൾ വരച്ചിരിക്കുന്ന ഡയഗ്രത്തിൽ എങ്ങനെ എഴുതാം? എ ബി ബാർ പ്ലസ് 1 ഇൻറ്റു ബി എന്ന് എഴുതാം അല്ലേ? ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് എ ബി ബാർ പ്ലസ് ബി. അപ്പം ദെർഫോർ നിങ്ങൾ ഓൾറെഡി ഐഡൻറ്റിറ്റി പഠിച്ചിരിക്കുന്നതാണ്. അത് വെച്ച് നമുക്ക് എഴുതാം എ പ്ലസ് ബി ഇൻറ്റു ബി ബാർ പ്ലസ് ബി വിച്ച് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി. അപ്പോൾ ഏതാ നമുക്ക് ഒന്നെങ്കിൽ ഇക്വേഷൻ വെച്ച് ഇത് നമുക്ക് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രൂത്ത് ടേബിൾ ഉപയോഗിച്ച് വേണമെന്നുണ്ടെങ്കിലും ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ നെക്സ്റ്റ് നാൻഡ് ഗേറ്റ് നോക്കാം. നാൻഡ് ഗേറ്റിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ. അപ്പോൾ ഇവിടെ ഞാൻ ഏത് വേണേൽ എടുക്കാം. ഏത് വേണം നമുക്ക് കൺട്രോൾ ഇൻപുട്ടായിട്ട് എടുക്കാം. ഒന്നെങ്കിൽ ബി എടുക്കാം, എ എടുക്കാം. അപ്പോൾ ഇതിനകത്ത് എനെ കൺട്രോൾ ഇൻപുട്ടായിട്ട് വെച്ചിട്ടുള്ളതാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നോക്കുക. എയുടെ വാല്യൂ ഇനീഷ്യലി 0 വരുന്ന രണ്ട് കേസിൽ ഇറസ്പെക്റ്റീവ് ഓഫ് ദ വാല്യൂ ഓഫ് ബി ദ ഔട്ട്പുട്ട് ഈസ് ഈക്വൽ ടു 1 അല്ലേ? അപ്പോൾ എ ബാർ ഇൻറ്റു 1 എന്ന് കൊടുക്കാം. ദെൻ എയുടെ വാല്യൂ 0 വരുന്ന കേസിൽ ബിയുടെ വാല്യൂ ആണോ ഔട്ട്പുട്ടിലേക്ക് പാസ്സായിരിക്കുന്നത്? അല്ല, ബിയുടെ ഓപ്പോസിറ്റ്, എക്സാക്ട്ലി ഓപ്പോസിറ്റ്. 0 വന്നപ്പോൾ 1ഉം 1 വന്നപ്പോൾ 0യും ആണ് ഔട്ട്പുട്ട് വന്നിരിക്കുന്നത്. ദെർഫോർ എ ഇൻറ്റു ബി ബാർ വേണം ഇവിടെ വരാനായിട്ട്. അപ്പോൾ അതാണ് മുകളിൽ എ ഇൻറ്റു ബി ബാർ വരയ്ക്കാനുള്ള റീസൺ. ഇനിയിപ്പോൾ നേരത്തെ കണ്ട പോലെ തന്നെ നമുക്ക് ഇക്വേഷനിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്ത് നോക്കാം. വരച്ചിരിക്കുന്നത് എന്താണ്? എ ബി ബാർ പ്ലസ് എ ബാർ ഇൻറ്റു 1 ആണ് നമ്മൾ വരച്ചിരിക്കുന്നത്. ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് എ ബി ബാർ പ്ലസ് എ ബാർ. Therefore, by identity, it can be again changed to a plus a bar into b bar plus a bar. അല്ലേ? അപ്പോൾ therefore അതിനെ എങ്ങനെ എഴുതാം? a bar plus b bar എന്ന് എഴുതാം. Therefore, by De Morgan's, it can be written as a into b the whole bar, which is NAND gate. ഇനിയിപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് നോറും അതേപോലെ തന്നെ XOR ഇംപ്ലിമെൻറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നോറാണെന്നുണ്ടെങ്കിൽ എ ബാർ ഇൻറ്റു ബി ബാർ അല്ലേ? എ ബാർ ഇൻറ്റു ബി ബാർ പ്ലസ് എ ഇൻറ്റു 0 വിച്ച് മീൻസ് ഫൈനൽ എന്ത് വരും? എ ബാർ ഇൻറ്റു ബി ബാർ വിച്ച് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി ദ ഹോൾ ബാർ. സിമിലർലി XOR എങ്ങനെ വരും? ബി ഇൻറ്റു എ ബാർ പ്ലസ് ബി ബാർ എ വിച്ച് ഈസ് ഈക്വൽ ടു എ XOR ബി. ഇങ്ങനെ നമുക്ക് ബേസിക് ഗേറ്റ്സിന് ഇംപ്ലിമെൻറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇനിയിപ്പോൾ നമ്മളൊരു 2:1 മക്സിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ നോക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് അസ്യൂമിങ് y as ഔട്ട്പുട്ട് എസ് എന്ന് പറയുന്ന സെലക്ട് ലൈനിലാണെങ്കിൽ നമുക്ക് ഇക്വേഷൻ അറിയാം എ എസ് ബാർ പ്ലസ് ബി എസ്. അപ്പോൾ അതാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. എ എസ് ബാർ പ്ലസ് ബി എസ് വെച്ച് ഡയഗ്രാം കാണിച്ചേക്കുന്നത്. ഇനിയിപ്പോൾ സിമിലർലി ഒരു 3 ഇൻപുട്ട് XOR നോക്കാൻ പോവുകയാണ്. എഫ് ഈസ് ഈക്വൽ ടു എ XOR ബി XOR സി ആണ് ഇംപ്ലിമെൻറ്റ് ചെയ്തതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 3 ഇൻപുട്ട്സ് ഉണ്ട്. നമുക്ക് അതിനകത്ത് 2 ഇൻപുട്ട്സാണ് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു എയുടെയും ബിയുടെയും ഒരു കോമ്പിനേഷനായിട്ട് നോക്കാൻ പോവുകയാണ്. ആദ്യത്തെ 2 റോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എയുടെ ബിയുടെ വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആണ്. അപ്പോൾ ആ സമയത്ത് എഫിൻ്റെ വാല്യൂ ഈസ് സെയിം ആസ് ദ വാല്യൂ ഓഫ് സി ഫോർ ദി ഫസ്റ്റ് 2 റോസ്. ദെൻ 3rd and 4th റോസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എ ബിയുടെ വാല്യൂ എന്താണ്? 0 1 ആണ്. അപ്പോൾ ആ സമയത്ത് എഫിൻ്റെ വാല്യൂ ഈസ് ദ ഓപ്പോസിറ്റ് ഓഫ് സി വിച്ച് മീൻസ് സി ബാർ. ഇനി 5th and 6th റോസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് നടക്കുന്നത്? എയുടെയും ബിയുടെ വാല്യൂ എന്താണ്? 1 0 ആണ് എ ബിയുടെ വാല്യൂ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എഫിൻ്റെ വാല്യൂ ഈസ് ദ ഓപ്പോസിറ്റ് ഓഫ് സി വിച്ച് ഈസ് സി ബാർ. ദെൻ ദ ലാസ്റ്റ് 2 റോസ് നോക്കുകയാണെങ്കിൽ എ ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു 1 1 ആൻഡ് ദ വാല്യൂ എഫ് ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് ദ സി. അങ്ങനെയാണ് ഇതിനെ നിലവിൽ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനെങ്ങനെ വരച്ചെടുക്കാം നോക്കിയേ. ആദ്യത്തെ കേസിൽ 0 0 0 1 1 0 1 1 അത് വെച്ചാണ് എ ബാർ ബി ബാർ എ ബാർ ബി എ ബി ബാർ എ ബി. അപ്പോൾ ആദ്യത്തെ കേസിൽ 0 0 വന്നപ്പോഴത്തേക്കും സി ആയിരുന്നു, 0 1 വന്നപ്പോൾ സി ബാർ, 1 0 വന്നപ്പോഴത്തേക്കും എഗെയിൻ സി ബാർ ആൻഡ് 1 1 വന്നപ്പോഴത്തേക്കും സി. അപ്പോൾ അത് വെച്ചിട്ടാണ് ഇവിടെ സി ബാർ സി കൊടുത്തിരിക്കുന്നത് ആൻഡ് ദ ഫൈനൽ ഔട്ട്പുട്ട്. ഇനിയിപ്പോൾ ഇവിടെ ഒരു കാര്യമുണ്ട്. ഇതിൽ നമുക്ക് കുറച്ച് കോമൺ ആയിട്ടുള്ള ട്രാൻസിസ്റ്റേഴ്സ് വരുന്നതിന് നമുക്ക് ഒപ്റ്റിമൈസേഷൻ വേണമെന്നുണ്ടെങ്കിൽ സെയിം ഇതിലേക്ക് കണക്ട് ചെയ്ത് കാണിക്കാം. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ കേസിൽ നോക്കിക്കേ,
എ ബാർ ആദ്യത്തെ രണ്ട് റോസിൽ എ ബാർ എന്ന് പറയുന്നത് കോമൺ ആണ്. രണ്ടാമത്തെ രണ്ട് റോസിൽ എ എന്ന് പറയുന്നത് കോമൺ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഡയഗ്രത്തിന് എ ബാറിനെ കോമൺ ആയിട്ട് വരയ്ക്കാം. ഇപ്പോൾ ഇപ്പോഴും എന്ത് തന്നെ വരത്തുള്ളൂ, ഫംഗ്ഷൻ എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. എ ബാർ ബി ബാർ സി പ്ലസ് എ ബാർ ബി സി ബാർ. എ ബാർ ബി ബാർ സി പ്ലസ് എ ബാർ ബി സി ബാർ. സിമിലർലി തന്നെ താഴ്ത്തേതും. അപ്പോൾ ഇങ്ങനെ നമുക്കതിനെ ഒപ്റ്റിമൈസ് ചെയ്ത് പ്രീവിയസ് ഡയഗ്രത്തിന് വരയ്ക്കാം. ഇനിയിപ്പോൾ ഒരു 4:1 മക്സ് ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സെലക്ട് ലൈൻസ് എന്ന് പറയുന്നത് S0 S1 സെലക്ട് ലൈൻസും F എന്ന് പറയുന്ന ഔട്ട്പുട്ടാണെന്ന് വിചാരിക്കുക. അപ്പോൾ എങ്ങനെ വരും, അതിൻ്റെ 4:1 മക്സിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെ വരും? F ഈസ് ഈക്വൽ ടു S1 ബാർ S0 ബാർ A പ്ലസ് S1 ബാർ S0 B പ്ലസ് S1 S0 ബാർ C പ്ലസ് S1 S0 D അല്ലേ. അപ്പോൾ അത് വെച്ച് നേരത്തെ നമ്മൾ ഡയഗ്രം കണ്ട പോലെ തന്നെ അവിടെ റെഡ്യൂസ് ചെയ്ത് കോമൺ ആയിട്ടുള്ള S1 ബാറിനെയും S1നെയും കോമൺ ആയിട്ട് വരച്ചിരിക്കുന്നതാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എന്ത് വരുന്നുണ്ട്? 0 0 S0 S1ൻ്റെ വാല്യൂ എന്ത് വരുന്നത്? സോറി S1 S0യുടെ വാല്യൂ എന്താണ് വരുന്നത്? 0 0 0 1 1 0 1 1. അത് വരുന്ന നേരത്തെ കണ്ട പോലെ തന്നെയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ജസ്റ്റ് രണ്ട് സിമ്പിളായിട്ടുള്ള രണ്ട് ഫംഗ്ഷൻസിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ കാണിച്ചിരിക്കുന്നതാണ്. F ഈസ് ഈക്വൽ ടു AS ബാർ പ്ലസ് BS. എളുപ്പത്തിൽ വരയ്ക്കാമല്ലോ. അപ്പോൾ ഇവിടെ എസും എസ് ബാറും വരുവാണെന്നുണ്ടെങ്കിൽ മാക്സിമം അതിനെ നമ്മൾ കൺട്രോൾ വേരിയബിൾസ് ആയിട്ട് കൊടുക്കുക. അപ്പം അതർ ഇൻപുട്ട് എന്ന് പറയുന്നത് വിൽ ബി A ആൻഡ് B. എസ് ബാറിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് എയും എസിന് കറസ്പോണ്ടിങ് ആയിട്ട് ബിയും. ദെൻ അടുത്ത രണ്ടാമത്തെ കേസിൽ AB ബാർ പ്ലസ് A ബാർ B ആണ്. അപ്പം ഏത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൺട്രോൾ വേരിയബിളായിട്ട് കൊടുക്കാം. ഈ കേസിൽ പ്രശ്നം വരുന്നില്ല. Therefore the advantages of the past transistor logic എന്ന് പറയുന്നത് they are ratioless, which means they does no dependence between the output voltage and the transistors. And നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഇവിടെ നമുക്ക് when compared with CMOS less number of transistors മതി, and also smaller area and low power dissipation. ഇനിയിപ്പോൾ അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആൻഡ് ലിമിറ്റേഷൻസ്